വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട്. ഉഹദിൽ നമുക്കറിയാം ചെറിയ പരിപൂർണമായ പരാജയമല്ല, പക്ഷേ ഒരു പരീക്ഷണം. അത് കഴിഞ്ഞ് അബൂ സുഫിയാനും ടീമും മടങ്ങാൻ. ഉഹദ് യുദ്ധം കഴിഞ്ഞ് നബിയും സ്വഹാബത്തും ഇങ്ങോട്ടും പോവാണ്. സ്വഹാബാക്കളിൽ പലരുടെയും കാലും കൈയും ഒക്കെ വലിയ മുറിവേറ്റ് രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അബൂ സുഫിയാനും ടീമും ഇങ്ങനെ പോകുമ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, നമ്മൾ എവിടുക്കാ പോണത്? നമ്മൾ ജയിച്ചിട്ടില്ലടോ. ഉഹദ് നമുക്ക് ജയം തന്നിട്ടില്ല, കാരണം മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടില്ല. മുസ്ലിം സ്ത്രീകളിൽ ഒന്നിനെ പോലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? തിരിച്ചു പോകും. ഇപ്പൊ മുസ്ലിമീങ്ങൾ ദുർബലരാണ്, അവർ വെട്ടേറ്റ് കിടക്കാണ്, അവരുടെ ശരീരത്തിൽ മുറിവേറ്റ് ക്ഷീണിതരാണ്, അവർ അവശരാണ്. അതുകൊണ്ട് പോരാടാൻ വളരെ സിമ്പിളാണ്. ഈ വിവരം അബൂ സുഫിയാൻ ഉഹുദിലേക്ക് വന്നതിനേക്കാൾ വലിയ ഒരു സൈന്യവുമായിട്ട് പുറപ്പെടുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും സ്വഹാബത്തിന്റെ അടുത്തും എത്തി. അപ്പൊ നബിയും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉഹുദിലേക്ക് ഇറങ്ങിയവരല്ലാത്ത ഒരാളും വരണ്ടെന്നാണ്. ഉഹുദ് യുദ്ധത്തിൽ സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയാ അല്ലെ, സാധാരണ നമ്മൾ ഈ കളിക്കൊക്കെ ഇറങ്ങുമ്പോൾ സബ്ബിനെ ഇറക്കുമല്ലോ, പരിക്കേറ്റാൽ. റസൂൽ എന്താ പറഞ്ഞതെന്ന് അറിയാം, ഉഹുദിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവര് മതി. അതൊരു ഉറപ്പാണ്, ദീനിന്റെ ഉറപ്പാണ്. മുറിവേറ്റ് കിടക്കുന്ന സ്വഹാബത്തൊക്കെ എഴുന്നേറ്റ് പറഞ്ഞു, സുലൈ പോവാ, നമ്മൾ ധൈര്യത്തിലാണ്. ഒരാൾ വന്ന് പറയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ഇതാ അബൂ സുഫിയാനും സൈന്യവും വലിയൊരു സംഘമായി കൊണ്ട് കടന്നു വരുന്നുണ്ട്. അവരുടെ കൈകളിൽ ആയുധങ്ങളുണ്ട്, അവരുടെ കൈകളിൽ വലിയ വലിയ മൂർച്ചയുള്ള ആയുധങ്ങളും ആയുധ സജ്ജരായി വലിയൊരു ജനാവലി തന്നെ കടന്നു വരുന്നു. അപ്പൊ മുഹമ്മദ് നബിയും സ്വഹാബത്തും പറഞ്ഞെന്താണെന്നറിയോ? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹ് ഉണ്ട്. ഉഹദിന്റെ രണഭൂമി കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോ അബൂ സുഫിയാൻ ഇങ്ങനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട്, ഒരു കുന്നിന്റെ മുകളിൽ കയറിയിട്ട് പറയാണ്, ഇതാ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു, ബദറിൽ ഞങ്ങൾ കാത്തുവെച്ചതാണ്, ബദറിൽ ഞങ്ങൾ കരുതി വെച്ചതാണ്. ഉഅ്ലു ഹുബൽ, ഉഅ്ലു ഹുബൽ, ഉഅ്ലു ലാത്ത, ഉഅ്ലു മന്ന. അല്ലേ, ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അവർ ഉയരട്ടെ ഉയരട്ടെ എന്ന് അബൂ സുഫിയാൻ ശിർക്കിന്റെ വാക്കുകൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖും യാ ഉമർ, ഉമറേ എഴുന്നേൽക്ക്, അജീബുഹു, അവന് മറുപടി പറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ എഴുന്നേൽക്ക്, മറുപടി കൊടുക്ക്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് റസൂലിനോട് പറയാണ്, മാദാ നജീബു യാ റസൂലല്ലാഹ്, റസൂലേ എന്താണ് മറുപടി കൊടുക്കേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഅല വ അജൽ, അല്ലാഹയാണ് വലിയവൻ. ലാ മൗലാ ലക്കും, നിങ്ങൾക്ക് സംരക്ഷകനില്ല. നഹ്നു ലനാ മൗല, ഞങ്ങൾക്ക് ഒരു മൗലയുണ്ട്, അത് ഞങ്ങളുടെ റബ്ബാണ്. അല്ലാഹു അഅല വ അജൽ, അല്ലാഹയാണ് വലിയവൻ. അത് പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എവിടെയും നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഈ ആദർശമാണ്.